അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് കുറച്ച് കുട്ടികൾ സ്നേഹജ്വാലയ്ക്ക് വേണ്ടി പോകാനായിട്ട് തയ്യാറായിരിപ്പുണ്ട്. നമുക്ക് അവരോട് കഴിഞ്ഞ പ്രാവശ്യം അവർ നടത്തിയ സ്നേഹജ്വാലയെക്കുറിച്ച് ചോദിച്ചാലോ? ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ്. യെസ്, അപ്പോൾ നിങ്ങളുടെ സ്നേഹജ്വാല നിങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ പോയപ്പോൾ സ്നേഹജ്വാലയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? How was your experience? It was very nice. Okay. Yeah, very nice. I could meet people who could not come to mass and who are sick, and we could pray for them. Very good, very good. What was your experience? The van breaking down 2 times. So yeah, by the Snehajwala we get to experience those people who are unable to attend the mass, and so we should be grateful that God has not put us in that situation, and we should always pray to God. Okay, what did you do when you were in Snehajwala experience? What did you do? Meeting old people. Meeting old people. Okay, നിങ്ങൾ ഇരുന്നു എല്ലാവരും ഇരുന്നു. Okay, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞേ. ആരാ പറയുന്നേ? ഞാൻ വന്നില്ല. അയ്യോ, നല്ല രസമായിരുന്നു. I was happy to see them. Okay. I was happy to ask them questions of their name, age. It was a really good experience because we could know about their past and how they were taking care of their problems. Okay, what did you do there? We asked some questions. We washed, Achan washed their legs and we asked them questions. We gave them some fruits. Oh, very good, very good. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ഓക്കെ, നമുക്ക് കുറച്ച് ടീച്ചേഴ്സൊക്കെ ഇവിടെയുണ്ട്. നമുക്ക് ടീച്ചേഴ്സിനോട് ചോദിക്കാം. ഹലോ ടീച്ചേഴ്സ്, നിങ്ങളുടെ സ്നേഹജ്വാലയെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് പറയൂ. പറഞ്ഞോളൂ. സ്നേഹജ്വാല ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഡേവിസ് അച്ഛൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഏജ് ആയവർക്ക് പ്രത്യേകിച്ച് അവർ ഭയങ്കരമായി എൻജോയ് ചെയ്തു. ആ ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് വിശ്വാസമൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റി. നന്നായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, ഏജ് ആയാൽ നമ്മളും ഒരിക്കൽ ഏജ് ആവും എന്നുള്ളൊരു ബോധ്യം നമുക്ക് കിട്ടും. അതെ, വളരെ വളരെ നല്ലതായിരുന്നു. ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. മക്കൾക്കാണേലും അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഷെയർ ചെയ്യുന്ന കാര്യം ഒരിക്കലും അതൊക്കെ വളരെ വളരെ നല്ല കാര്യങ്ങളായിരുന്നു. സോ ഇറ്റ് വാസ് വെരി നൈസ്. നമുക്ക് ഇവരോട് ചോദിക്കാം. ആർക്കെങ്കിലും എക്സ്പീരിയൻസ് പറയാൻ പറയൂ. നല്ല ടച്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ നാട്ടിലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വെക്കേഷൻ മാത്രം. അതുകൊണ്ട് ഇപ്പോൾ അവരുടെ കൂടെ പോയി കാണുമ്പം നല്ലൊരു എക്സ്പീരിയൻസാണ്. പിന്നെ അവരുടെ ലൈഫ് അഡ്വൈസസ് ഒക്കെ കേൾക്കുമ്പം നല്ല എക്സ്പീരിയൻസ് ആണ്. ഇത് കേൾക്കാനും ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ സ്നേഹജ്വാല കാരണം എനിക്ക് കുറേ ആൾക്കാരെ കാണാൻ പറ്റി, എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഒരു സെൻസ് ഓഫ് റിയലൈസേഷൻ വന്നത് വൺ ഡേ നമ്മളും അവരുടെ സ്ഥാനത്തായിരിക്കും അല്ലേ. വൺ ഡേ വിൽ ഓൾസോ ബി ദയർ. ആൻഡ് ലൈക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ ചിലപ്പോൾ വേറെ ആൾക്കാരും നമ്മളെ കൂടെ വരുമായിരിക്കും. ഡോണ്ട് എക്സ്പെക്ട് ഇറ്റ് ഓൾവേസ്, ബട്ട് യാ യു മസ്റ്റ് ഗിവ് ഇറ്റ് ഔട്ട് ഫ്രം യുവർ സൈഡ്. ഈ ബണ്ണൊക്കെ എന്തിനു വേണ്ടിയാണ്? ഇത് നമുക്ക് കഴിക്കാൻ കാറിൽ പോകുമ്പോൾ. അവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ? അവർക്ക് പഴമുണ്ട്, പഴങ്ങളൊക്കെ മേടിച്ചു. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. വീട്ടിലെ ഏകാന്തതയിൽ കഴിയുന്നവർ അവർ പലരുടെയും കണ്ണൊക്കെ നിറഞ്ഞു. ഇങ്ങനെ ഒരു നല്ല അനുഭവമായിരുന്നു നമുക്കും അവർക്കും. വെരി ഗുഡ്. യെസ്, ജിജിമാഷ് അതിൻ്റെ ഓർഗനൈസേഷൻ ഒക്കെ നടത്തിയത് ജിജിമാഷാണ്. അപ്പോൾ ജിജിമാഷിനോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു സ്നേഹജ്വാലയുടെ എക്സ്പീരിയൻസ്? വളരെ മനോഹരമായ എക്സ്പീരിയൻസ് ആണ്. ഇവിടെ കുട്ടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഗ്രാൻഡ് പാരൻസിനെ കാണാനും അപ്പോൾ അവരുടെ ബ്ലെസ്സിങ്സും പ്രെയറും ഒക്കെ വാങ്ങിക്കാനും പിള്ളേരൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. വളരെ താല്പര്യമാണ് എല്ലാവരും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇനി അവർ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. അപ്പം അതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് പിന്നെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ബൈ ബൈ.